ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പ്രോൺസ് ബിരിയാണിയാണ്, നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അത് ഞാൻ ചെമ്മീൻ ആദ്യമേ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 200 രൂപയുടെ ചെമ്മീനുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ 200 രൂപയുടെ ചെമ്മീനുണ്ട്. ഇനിയിപ്പോൾ ഇത് കുക്കറിൽ ഇതിനുള്ള ചോറൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജീരകശാല അരിയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് കുക്കറിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട്, ഇപ്പം ഞാനിതിൽ 2.5 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് 1 കപ്പിന് 1.5 കപ്പ് അളവൊന്നുമില്ല വെള്ളത്തിൻ്റെ കണക്കിൽ ഞാനിപ്പോൾ ഇതിന് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതവിടെ തിളക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ള ചെമ്മീനൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ഇത് ഞാൻ അയരൻ്റെ തവയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണയ്ക്ക് എന്താ വിലയല്ലേ, അപ്പോൾ ഒരുപാടൊന്നും യൂസ് ആക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കുറച്ച് ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ലോയിൽ വെച്ചിട്ട് അതൊന്നും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ എൻ്റെ കുക്കറിലുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 വിസിലാക്കിയിട്ട് ഇതിന് തീ ഓഫാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് കുക്കർ മൂടുക. എന്നിട്ട് 2 വിസിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ കുറേ നേരം അങ്ങനെ വേവിക്കാൻ വെക്കണ്ട. ഇനിയിപ്പോൾ മസാലയ്ക്കുള്ള ഉള്ളി മുറിക്കുക. ഇപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു 1/4 കിലോത്തിനേക്കാളും കുറച്ചും കൂടി ചെമ്മീൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചെറിയ മീഡിയം സൈസിലുള്ള ഉള്ളി 4 എടുത്തിട്ടുണ്ട്. അതുപോലെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വോക്കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ദം വെച്ച് കൊടുക്കാൻ പോകുന്നത് വോക്കടായിലാണ്. ഇതിലോട്ട് ഞാനിത് 1.5 ടേബിൾ സ്പൂണുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ആക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ കുട്ടികളാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലപ്പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. അധികം എരിവാക്കിയിട്ടില്ല. പിന്നെ ഞാനിതിൽ മുറിച്ച് വെച്ചിട്ട് കൊറിയൻഡർ ലീവ്സ് ഇല്ലേ, അത് ഈ മസാലയുടെ കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ദം വെക്കുമ്പോൾ അത് ഇട്ട് കൊടുത്താൽ കുറേ ലീവ്സ് കിട്ടും. അതൊന്നും എൻ്റെ മക്കൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ മസാല ആക്കുമ്പോഴാണ് കൊറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ഒന്ന് വാട്ടി കൊടുത്തിട്ട് അതിലോട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് പതിയെ മെല്ലെ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ കുക്കായതിന് ശേഷം പൊട്ടിപ്പോവില്ല, എന്നാലും ഒന്ന് മെല്ലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ ഗരം മസാലയ്ക്ക് പകരം ഞാൻ അറബിക് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ആക്കിയിട്ട് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലോട്ട് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ വേറെ കുറേ അങ്ങനത്തെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. അറബിക് മസാലയും ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തീ നല്ലോണം ലോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്കാക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ചെമ്മീനൊക്കെ വെള്ളം ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൂടി വെച്ചത്. ഞാനിത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുറന്ന് നോക്കാം. എന്നിട്ട് നേരെ ഞാൻ ദമ്മിൽ വെച്ച് കൊടുക്കാൻ പോകും. അപ്പോൾ ദമ്മ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലില്ലേ, നമ്മൾ പാനക്ക് പകരം ഫ്രൈ പാൻ വെച്ച് കൊടുക്കണം കേട്ടോ. തവയ്ക്ക് പകരം പാൻ വെച്ച് കൊടുക്കണം. എന്നാൽ നമ്മുടെ ദമ്മിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ല തീ നല്ലോണം ഹൈയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൻ്റെ മുകളിൽ ഞാൻ ദം വെക്കുന്ന പാത്രം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ചെക്കാക്കുക, എരിവൊക്കെ ചെക്കാക്കുക. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലിപ്പൊടിയോ പെപ്പർ പൊടിയോ അല്ലെങ്കിൽ പച്ചമുളക് അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതിൻ്റെ എരിവാണ് ഇഷ്ടമാണ് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ചോറ് വെച്ച് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ നേരെ 1/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ദം വെച്ച് കൊടുക്കാൻ പോവല്ലേ. അപ്പോൾ ദം വെച്ച് കൊടുക്കുമ്പോൾ ഈ ചിക്കൻ ബിരിയാണിയിലാണെങ്കിൽ നമുക്ക് കുറച്ചോ അധികം മസാല ഉണ്ടാവും. പക്ഷേ ചെമ്മീൻ ബിരിയാണിയിൽ അത്ര മസാല കിട്ടില്ല. അതുകൊണ്ട് തന്നെ ദം വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിതിങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം.
ഓരോരുത്തരുടെ ബിരിയാണീൻ്റെ സ്റ്റൈൽ ഓരോ സ്റ്റൈലല്ലേ. എന്നിട്ട് ഞാൻ ചെമ്മീൻ വറുത്ത് വെച്ച ആ തവയിൽ അതിലോട്ട് കുറച്ച് മസാലകളുണ്ടാവും. അപ്പോൾ എല്ലാ ഫ്ലേവറും ഈ ബിരിയാണി ദം വെക്കുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്താൽ എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ടുള്ള ദം വെച്ചിട്ടുള്ള ബിരിയാണി തന്നെ ഉണ്ടായിട്ടുണ്ട്. ചെമ്മീൻ്റെ ഫ്ലേവർ എല്ലാ ചോറിലും അങ്ങോട്ടും ഉണ്ടാവും. അതും കൂടി മേൽഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് അവസാനം കുറച്ച് ചോറ് മിക്സാക്കാതെ ഇങ്ങനെ മോൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പുതിന ലീവ്സാണ് കേട്ടോ, പുതിന ചപ്പാണ് ഇതിൽ മൊത്തം അങ്ങോട്ട് വിതറി കൊടുക്കുന്നത്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഇതിലുണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബറിസ്റ്റ അത് നല്ലതുപോലെ തന്നെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളകിൽ ഇങ്ങനെ കീറി കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. കാരണം പച്ചമുളക് ഞാൻ ഇതിലിട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ലെമണിൻ്റെ ഹാഫ് ലെമണും ഞാൻ ഇതിൽ നല്ലപോലെ കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ആഡാക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ദമ്മ് അരമണിക്കൂറോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് അരമണിക്കൂർ വരെ ഞാൻ ഇതിൻ്റെ മൂടി തുറക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ മൂടി ഇടുന്നതിന് മുമ്പ് ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് വറുത്ത് വെച്ചിട്ട് പൊടിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവുമല്ലോ ജീരകപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണിയിലൊക്കെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല രസമാണ് കേട്ടോ. കിട്ടാനും നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഫ്ലേവറായിട്ട് കിട്ടാനുള്ള എല്ലാ പരിപാടികളും ഈ ചെമ്മീൻ ബിരിയാണിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഫ്ലേവറാണ്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ കഴിക്കാൻ പറ്റില്ലാത്ത ഈ പച്ചമുളകും ഈ ലെമണും ഇതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ സിന്നമോൺ സ്റ്റിക്സ് അങ്ങനത്തെ ഗരം മസാലകളൊന്നും ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. എന്നാലും നല്ല ഫ്ലേവറാണ്. ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ വീട് മൊത്തം ബിരിയാണീൻ്റെ മണം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നല്ലോണം നമ്മൾ ഇതിൽ നെയ്യൊക്കെ ആഡ് ആക്കിയിട്ടില്ല, അപ്പോൾ അതെല്ലാം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ കളറ് ഇതിൽ ഞാൻ ആഡ് ആക്കിയിട്ടേ ഇല്ല. കളർ എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ആക്കിയിട്ടുമില്ല. ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് നല്ല കിലക്കിലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്, മസാലയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് എങ്ങനത്തെ സലാഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ എനിക്കിതിങ്ങനെ വെറും തൈര് കൊണ്ടാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഈ ബിരിയാണി ഒന്ന് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. ഇതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറും കൂടിയാണ്. വീട് മൊത്തം ബിരിയാണീൻ്റെയും ചെമ്മീൻ്റെ ഒക്കെ മണം ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിച്ച് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. കാരണം നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷനും ലൈക്സും ഒക്കെ കാണുന്നതല്ലേ. അപ്പോൾ ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.